അപ്പോൾ ആദ്യത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാട്സപ്പ് കോളിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് കോൾ ലിങ്ക് എന്ന്. നമുക്കിവിടെ കോൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, നമുക്കിവിടെ കോൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോൾ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി ഓപ്ഷനാണ്. നമുക്ക് കോൾ ലിങ്ക് വെച്ച് നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും അവർ നമ്മൾ കോൾ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്യുന്നതാണ്, മെസ്സേജുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ക്ലിയർ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മെസ്സേജുകൾ മാത്രം നമ്മളവിടെ വെച്ചിട്ട് ബാക്കിയുള്ള മെസ്സേജ് മൊത്തം ക്ലിയർ ചാറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ ആണ്, അതിനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ട്രിക്കാണ്, എന്നാലും ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ മോർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവർ ക്ലിയർ ചാറ്റ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ആ മെസ്സേജ് സ്റ്റാർ ഇട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ആ സ്റ്റാർ മെസ്സേജിന് താഴെ ടിക്ക് കൊടുത്താൽ കഴിഞ്ഞാൽ മാത്രമേ ആ മെസ്സേജ് ക്ലിയർ ആയി പോവുകയുള്ളൂ, ഇല്ലെങ്കിൽ പോവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ആ മെസ്സേജ് മാത്രം നമുക്ക് അവിടെ കാണാവുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വാട്സപ്പിൽ DP വെക്കുന്നവരാണല്ലേ. അങ്ങനെ DP വെക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ മാത്രം DP കാണാനുള്ള ഒരു അടിപൊളി സെറ്റിങ്സാണ്. നമ്മൾ പ്രൈവസിയിൽ പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫൈൽ ഫോട്ടോ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈ കോൺടാക്റ്റ് എന്നൊരു ഓപ്ഷൻ. ആ മൈ കോൺടാക്റ്റ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തതിന് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഓരോരുത്തരെ ടിക്കറ്റ് കൊടുക്കുക. നമ്മൾ ആ പ്രൊഫൈൽ കാണേണ്ടവരെ നമ്മളിവിടെ ടിക്കറ്റ് കൊടുക്കുക. അങ്ങനെ ടിക്കറ്റിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഓൾ കൊടുക്കുക. ടിക്കറ്റിന് ശേഷം നമുക്ക് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നവർ മാത്രം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവുന്ന പ്രശ്നം നമ്മൾ പലരും നേരിടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൻ്റെ സ്റ്റോറേജ് എത്രയുണ്ടെന്ന് നോക്കാം. നമ്മൾ ആപ്പ് ഇൻഫോയിൽ പോയതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് 2GB പോയിൻ്റ് എത്രയാണ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു, ഞാനത് ക്ലിയർ ചെയ്ത് കളഞ്ഞാണ്. ഇനി നമ്മൾ ഈ മെസ്സേജുകൾ കാര്യങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. നമുക്ക് ആ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും സ്റ്റോറേജ്. അതിനുശേഷം നമുക്ക് മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഗ്രൂപ്പുകളും കാര്യങ്ങളും ചാറ്റുകളും ഒക്കെ വരും. നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് കൂടുതൽ MBയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഓരോന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഇതൊക്കെ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറേജ് പ്രശ്നം പിന്നെ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാട്സപ്പിൽ പുതിയതായിട്ട് വന്നതാണ്. നമുക്ക് മേലെയാണ് ക്യാമറേൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നത്, ഇല്ലെങ്കിൽ സൈഡിലാണ്. ഇപ്പോൾ ആ സൈഡിൽ വന്നിരിക്കുന്നത് നമുക്ക് ഒരു കണ്ടോ ഇൻട്രോഡ്യൂസ് യുവർ കമ്മ്യൂണിറ്റി എന്നൊരു സംഭവമുണ്ട്. നമുക്ക് പുതിയ കമ്മ്യൂണിറ്റി രൂപീകരിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് 21 ഗ്രൂപ്പുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പുതിയ കമ്മ്യൂണിറ്റിയിൽ. എന്നിട്ട് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഒറ്റ മെസ്സേജിൽ തന്നെ നമുക്ക് അത്രയും ആൾക്കാർ, ഈ 500 പരം ആൾക്കാരുണ്ടാവും നമ്മളെ ഇതിൽ ഗ്രൂപ്പിൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേഷനാണ്.